ഹാപ്പിനെസ് പാർക്ക്, സ്മാർട്ട് അങ്കണവാടികൾ തുടങ്ങിയ നൂതന പദ്ധതികളും ഭിന്നശേഷി കുട്ടികളുടെ അമ്മമാർക്ക് സ്വയം തൊഴിൽ പോലെയുള്ള സാമൂഹിക ക്ഷേമ പദ്ധതികളുമായി കോട്ടയം ജില്ലാ പഞ്ചായത്തിന്റെ 2024-2025 വാർഷിക ബജറ്റ്. അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകുന്നവരിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് തുടർ ചികിത്സയ്ക്ക് ആവശ്യമായ മരുന്നുകൾ വിതരണം ചെയ്യുന്ന പുനർജനി പദ്ധതിയും ബജറ്റിൽ ഇടം പിടിച്ചു. 132.37 കോടി രൂപ പ്രതീക്ഷിത വരവും 128.18 കോടി രൂപ ചെലവും 4.18 കോടി രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ.വി. ബിന്ദു അവതരിപ്പിച്ചത്. മുന്നണി ധാരണയെ തുടർന്ന് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശുഭേഷ് സുധാകരൻ രാജിവെച്ചതിനെ തുടർന്നാണ് യോഗത്തിൽ അധ്യക്ഷയായിരുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ ബജറ്റ് അവതരിപ്പിച്ചത്. പ്രതീക്ഷിക്കുന്ന വരുമാനം 137,15,270 രൂപയും ചിലവ് 128,18,80,500 രൂപയുടെയും ചെലവ് പ്രതീക്ഷിക്കുന്ന ഒരു ബഡ്ജറ്റാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. പ്രതീക്ഷിക്കുന്ന വരവുകൾ: നികുതിതര വരുമാനം 4,47,60,000 രൂപ, പൊതു ആവശ്യ ഗ്രാൻഡ് 6,40,44,000 രൂപ, ആകെ അനിവാര്യ ചെലവുകൾക്കുള്ള വരവുകൾ 10,52,04,000 രൂപ. പൊതുജനങ്ങൾക്ക് മാനസിക ഉല്ലാസം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ ജില്ലയിൽ സ്ഥലലഭ്യത ഉള്ളിടത്ത് ഹാപ്പിനെസ് പാർക്കുകൾ നിർമ്മിക്കുമെന്ന് ബജറ്റ് പ്രഖ്യാപിച്ചു. ഒരു ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ ഒരു പാർക്ക് സ്ഥാപിക്കുകയാണ് ലക്ഷ്യം. മാലിന്യം തള്ളുന്ന സ്ഥലങ്ങൾ ഹാപ്പിനെസ് പാർക്കുകളായി മാറ്റും. പഴം പച്ചക്കറി സംസ്കരണ രംഗത്ത് ഗുണപരമായ മാറ്റം കൊണ്ടുവരുന്നതിന് കോഴായിൽ ഭക്ഷ്യ സംസ്കരണ കേന്ദ്രം സ്ഥാപിക്കും. കാർബൺ ന്യൂട്രൽ പദ്ധതിയുടെ ഭാഗമായി ജില്ലയിലെ സർക്കാർ ഓഫീസുകൾ സോളാർ വൈദ്യുതിയിലേക്ക് മാറുന്നതിനുള്ള പ്രവർത്തനങ്ങൾ തുടരും. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന രോഗികൾക്ക് ഡയാലിസിസ് കിറ്റ് വിതരണം. തെരുവുനായ ശല്യ നിയന്ത്രണത്തിന് വാഴൂർ ബ്ലോക്ക് പരിധിയിൽ ABC സെന്റർ. അങ്കണവാടികളെ സ്മാർട്ടാക്കുന്നതിനായി ഒരു ഡിവിഷനിൽ ഒരു സ്മാർട്ട് അങ്കണവാടി. കുടുംബശ്രീ യൂണിറ്റുകൾക്കും നവസംരംഭകർക്കും പ്രയോജനപ്രദമായ രീതിയിൽ ജില്ലാ പഞ്ചായത്ത് കാര്യാലയത്തിന് മുന്നിൽ വിപണന കേന്ദ്രം. ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനായി ഓപ്പൺ ജിം. ജില്ലയിലെ സ്കൂളുകളിൽ കളിസ്ഥലം. പഞ്ചായത്തുകളുമായി സഹകരിച്ച് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ഭിന്നശേഷി കുട്ടികളുടെ അമ്മമാർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനുള്ള പദ്ധതി. സർക്കാർ സ്കൂളുകൾക്ക് അത്യാധുനിക സയൻസ് ലാബ്. മാലിന്യമുക്ത നവകേരളം പരിപാടിയുടെ ഭാഗമായി നിലവിൽ MCF ഇല്ലാത്തിടത്ത് MCFകൾ. ഹരിത കർമ്മസേനയ്ക്ക് വാഹനങ്ങൾ തുടങ്ങിയ പദ്ധതികളും ബജറ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന ബജറ്റ് അവതരണ യോഗത്തിൽ പ്രസിഡന്റ് കെ.വി. ബിന്ദു അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, കടുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV സുനിൽ തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാന സർക്കാരിന്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി കുട്ടനാട് വിദ്യാഭ്യാസ ജില്ലയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ പാർലമെന്റ് നടത്തി. മങ്കൊമ്പ്, വെളിയനാട്, തലവടി സബ് ജില്ലകളിലെ സ്കൂൾ കുട്ടികളിൽ നിന്നും തെരഞ്ഞെടുത്ത വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ടായിരുന്നു ലഹരി വിരുദ്ധ പാർലമെന്റ്. നെടുമുടി നായർ സമാജം ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു ലഹരി വിരുദ്ധ പാർലമെന്റ് സംഘടിപ്പിച്ചത്. പരിപാടിയുടെ ഉദ്ഘാടനം കുട്ടനാട് എക്സൈസ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ R. സന്തോഷ് കുമാർ നിർവഹിച്ചു. എക്സൈസ് ഉദ്യോഗസ്ഥൻ P.K. അനീഷ് ക്ലാസ് നയിച്ചു. എക്സൈസുകാർക്ക് ഒത്തിരി പേര് വന്ന് നിങ്ങളുടെ സ്കൂളിലൊക്കെ വന്ന് ക്ലാസ് എടുക്കുന്നുണ്ടായിരിക്കും, അല്ലേ? ക്ലാസ് എടുത്തിട്ടുണ്ട്. കൂടാതെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ സ്കൂളിൻ്റെ ചുമതലയൊക്കെയുണ്ട്. ഓരോ എക്സൈസ് ഉദ്യോഗസ്ഥർക്കും ഓരോ സ്കൂളിൻ്റെ ചുമതല നൽകിയിട്ടുണ്ട്. യൂണിഫോമിലും അല്ലാതെയും കണ്ട് പല പ്രാവശ്യങ്ങളായിട്ട് ഞങ്ങൾ പലപ്പോഴും നിങ്ങൾ കാണാതെയും കണ്ടും നിങ്ങളുടെ സ്കൂളിൽ നിന്ന് വരാറുണ്ട്. പലരെങ്കിലും ഞങ്ങളെ കണ്ടിട്ടുണ്ടാകും. ഇതിൻ്റെയൊക്കെ അത്യധികമായ ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മുടെ നാടിൻ്റെ നല്ല നാളെയായ നിങ്ങളെ ഓരോരുത്തരെയും ഇതിന് പിടിയിൽ കൊടുക്കാതിരിക്കുക എന്നതാണ്. മനസ്സിലായോ? അപ്പോൾ ഈ ചെറിയ ക്ലാസ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് ലഹരി എന്നും എന്തൊക്കെയാണ് ലഹരി എന്നും ഈ ലഹരി വസ്തുക്കൾ എങ്ങനെയാണ് ലഹരിയുടെ പിടിയിലേക്ക് നിങ്ങളെ കണക്കുള്ള കുട്ടികൾ എങ്ങനെയാണ് വരുന്നതെന്നും അതിൻ്റെ പിടിയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്നും ഇതുകൊണ്ടുണ്ടാകുന്ന ആരോഗ്യ നിയമ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നും ലാസ്റ്റ് ഇതിനെതിരെ നമ്മൾക്ക് ഒരുമിച്ച് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത്രയും കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ കാര്യങ്ങളിൽ ആദ്യം പറഞ്ഞ എന്താണ് ലഹരി എന്ന കാര്യവും ലഹരി വസ്തുക്കൾ എന്തൊക്കെയാണെന്നും ഇതിൻ്റെ പിടിയിലേക്ക് നിങ്ങളെ കണക്കുള്ള കുട്ടികൾ എങ്ങനെയാണ് വീഴുന്നതെന്നും ഇതുകൊണ്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നും നിങ്ങൾ പറയുന്നു. നെടുമുടി വില്ലേജ് ഓഫീസർ ജോമോൻ കുട്ടികളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. ക്ലാസ്സിന് ശേഷം കുട്ടനാട് വിദ്യാഭ്യാസ ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നും 70ഓളം വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു ലഹരി വിരുദ്ധ പാർലമെന്റ് നടത്തിയത്. നായർ സമാജം ഹയർ സെക്കൻഡറി സ്കൂളിലെ VS ശ്രീഹരി സ്പീക്കറായും M. നിരഞ്ജന ഡെപ്യൂട്ടി സ്പീക്കറായും സഭയെ നയിച്ചു.
സംസ്ഥാന സർക്കാരിനും മാന്നാർ ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾക്കുമെതിരെ ബി.ജെ.പിയും കോൺഗ്രസും ചേർന്ന് വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നുവെന്നാരോപിച്ച് CPIM പ്രവർത്തകരുടെ പ്രതിഷേധം. മാന്നാർ വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും രാഷ്ട്രീയ വിശദീകരണ യോഗവും സംഘടിപ്പിച്ചു. പ്രതീകമായി മാറിയ കോൺഗ്രസ് ബി.ജെ.പി അവിശുദ്ധ കൂട്ടുകെട്ട് ജനമനസ്സുകളിൽ തുറന്നു കാട്ടുവാനായി CPIM മാന്നാർ വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന രാഷ്ട്രീയ വിശദീകരണ യോഗത്തിന് മുന്നോടിയായുള്ള പൊതുപ്രകടനമാണ്. മാന്നാർ കടപ്രമഠം ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം വിഷവർശ്ശേരിക്കര ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം CPIM ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം A. മഹേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ജനപ്രതിനിധി എന്ന നിലയിൽ കൊടിക്കുന്നിൽ സുരേഷ് MP തികഞ്ഞ പരാജയമാണെന്ന് മഹേന്ദ്രൻ പറഞ്ഞു. ഇവിടെ ഒരു ഐമാസ്റ്റ് ലൈറ്റ് എന്ന് പറയുന്നത് വ്യാപകമായി ഇപ്പോൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ MLA-മാരും ഒക്കെ. ഒരു പ്രത്യേകത, ഈ കഴിഞ്ഞ 5 വർഷക്കാലം നമ്മൾ തിരഞ്ഞെടുത്ത് വിട്ടിട്ടുള്ള MP ബഹുമാന്യനായിട്ടുള്ള കൊടിക്കുന്നിൽ സുരേഷ് 3 പേരാണ്. കൊടിയായാലും കുന്നായാലും ബഹുമാനപ്പെട്ട സുരേഷ് ആയാലും 5 വർഷക്കാലമായി നിങ്ങൾ MP ആയിട്ട് നിങ്ങളെ വിജയിപ്പിച്ചതിൽ ചെങ്ങന്നൂർ അസംബ്ലി മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടുള്ള മാന്നാർ പ്രദേശത്തെ നിങ്ങളുടെ രാഷ്ട്രീയത്തെയും നിങ്ങളുടെ പ്രത്യയശാസ്ത്രത്തെയും അംഗീകരിക്കുന്ന വോട്ടർമാരുടെ വോട്ടുമുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ വിജയിച്ചു. ഈ മാന്നാർ പഞ്ചായത്ത് നിങ്ങൾ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ എവിടെയായിരുന്നു? നിങ്ങളെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് പത്രത്തിൽ വാർത്ത കൊടുത്തു കഴിഞ്ഞാൽ ഇന്ത്യക്കാകെ തന്നെ അപമാനമായതുകൊണ്ട് ആരും വാർത്ത കൊടുത്തില്ല എന്ന് മാത്രമേ. CPIM ഏരിയ കമ്മിറ്റി അംഗം മണി കയ്യത്ര അധ്യക്ഷനായി. മാന്നാർ വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KM അശോകൻ, ഏരിയ സെക്രട്ടറി PD ശശിധരൻ, PN ശെൽവരാജൻ, BK പ്രസാദ്, പഞ്ചായത്ത് പ്രസിഡന്റ് TV രത്നകുമാരി, പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാലിനി രഘുനാഥ്, സുരേഷ് ചേക്കോട്ട് എന്നിവർ സംസാരിച്ചു. പുളിങ്കുന്ന് ഗ്രാമപഞ്ചായത്തിൽ 2024-25 സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. കൃഷിക്കും ലൈഫ് ഭവന പദ്ധതിക്കും ഊന്നൽ നൽകിയുള്ള ബജറ്റാണ് വൈസ് പ്രസിഡന്റ് മനോജ് രാമമന്ദിരം ഭരണസമിതി മുമ്പാകെ അവതരിപ്പിച്ചത്. 25,99,60,830 രൂപ ആകെ വരവും 24,79,105,500 രൂപ ആകെ ചെലവും 1,20,59,330 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് പുളിങ്കുന്ന് ഗ്രാമപഞ്ചായത്തിൽ 2024-25 സാമ്പത്തിക വർഷത്തിലേക്ക് അവതരിപ്പിച്ചത്. ആകെ ഉൽപാദന മേഖലയിൽ നമ്മൾ 94,52,426 രൂപയുള്ള ഒരു ഉൽപാദന മേഖലയിലെ ബഡ്ജറ്റാണ് നമ്മുടെ പുളിങ്കുന്ന് പഞ്ചായത്ത് അവതരിപ്പിച്ചിരിക്കുന്നത്. അടുത്തതായി നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മൾ സേവന മേഖലയിൽ നമ്മൾ പണം ചെലവഴിക്കുന്നത് വിദ്യാഭ്യാസ മേഖലയ്ക്ക് 5 ലക്ഷം രൂപയും പൊതു ആരോഗ്യ പരിപാടികൾ പാലിയേറ്റീവ് കെയർ ഉൾപ്പെടെ കിടപ്പിലായ രോഗികൾക്ക് നമ്മൾ 8,50,000 രൂപയും ആയുർവേദ ഹോമിയോ ആശുപത്രിയിലേക്ക് മരുന്ന് വാങ്ങാനായിട്ട് നമ്മൾ 15 ലക്ഷം രൂപയും പ്രധാനമായും നീക്കിവച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ശുചിത്വ പദ്ധതികൾക്ക് 32,88,858 രൂപയും ഭവന നിർമ്മാണം ലൈഫ് നമ്മുടെ പ്രധാന പൈസ, അതായത് ഇത്തവണ സാമ്പത്തികമായിട്ട് നമ്മൾ ഏറെ പുറകിൽ പോകാനുള്ള കാരണം നമ്മൾ ലൈഫ് പദ്ധതിയിൽ നമ്മൾ പണം വെച്ചതാണ്. അതിന് 4,66,20,726 രൂപ നമ്മൾ ലൈഫിലെ പാവപ്പെട്ട ആൾക്കാർക്ക് വീട് വെക്കുവാനായിട്ട് നമ്മൾ ഈ പദ്ധതിയിൽ ഈ ബഡ്ജറ്റിൽ പണം കണ്ടെത്തിയിട്ടുണ്ട്. ഉൽപാദന മേഖലയിൽ നെൽകൃഷി വികസനത്തിന് 41,55,726 രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. തെങ്ങ് കൃഷിക്ക് 10,66,700 രൂപയും വകയിരുത്തിയിരിക്കുന്നു. സേവന മേഖലയിൽ ലൈഫ് ഭവന പദ്ധതിക്ക് 4,66,20,726 രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. ബജറ്റ് അവതരണ യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പത്മജ അഭിലാഷ് അധ്യക്ഷയായിരുന്നു. സ്ഥിരം സമിതി അധ്യക്ഷരായ നീനു ജോസഫ് മാമ്പൂത്തറ, ലീലാമ്മ ജോസഫ്, മെമ്പർമാരായ തങ്കച്ചൻ വാഴിച്ചിറ, ജെസിമോൾ, പുഷ്പ ബിജു, മനോജ് കാനാശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. പമ്പിംഗ് സബ്സിഡി നൽകാത്തതിൽ പ്രതിഷേധിച്ച് പാടവരമ്പത്ത് സമരവുമായി കേരള കോൺഗ്രസ്. കഴിഞ്ഞ 4 വർഷമായി കർഷകർക്ക് സർക്കാർ പമ്പിംഗ് സബ്സിഡി നൽകിയിട്ടില്ലെന്ന് നേതാക്കൾ. കേരള കോൺഗ്രസ് ചമ്പക്കുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ സമരം പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി തോമസ് കുട്ടി മാത്യു ചീരമ്പേരിൽ ഉദ്ഘാടനം ചെയ്തു. 4 വർഷമായി ലക്ഷക്കണക്കിന് തുക പാടശേഖരങ്ങൾക്ക് ലഭിക്കാനുണ്ട്. പമ്പിംഗ് കോൺട്രാക്ടർമാർ പണം പലിശയ്ക്കെടുത്തും പണയം വെച്ചും കണ്ടെത്തിയ തുകയാണ് പമ്പിങ്ങിനായി മുടക്കിയിരിക്കുന്നത്.
നെല്ലിന്റെ പണമില്ല, സബ്സിഡിയില്ല, ബജറ്റിൽ നെല്ല് സംഭരണത്തിനായി റിവോൾവിംഗ് ഫണ്ട് മാറ്റിവെക്കപ്പെട്ടിട്ടില്ല. ഇങ്ങനെ കർഷകരെ കൃഷിയിൽ നിന്നും പിന്തിരിപ്പിക്കുന്ന നടപടിയാണ് ഇടത് സർക്കാർ നടപ്പിലാക്കുന്നതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ തോമസ് കുട്ടി മാത്യു ആരോപിച്ചു. കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് പമ്പിംഗ് സബ്സിഡി എന്ന് പറയുന്ന ആ ആനുകൂല്യം നമ്മുടെ പമ്പിംഗ് കോൺട്രാക്ടർമാർ, കർഷകർ തന്നെ അവരുടെ പണയം വെച്ചും ബ്ലേഡിൽ നിന്ന് പണമെടുത്തും ഈ പമ്പിംഗ് കാര്യങ്ങൾ നടത്തിയിട്ട് ഇതുവരെ അതിൻ്റെ പണം ലഭിക്കാതെ വരിക എന്ന് പറഞ്ഞാൽ പല പാടശേഖരങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിൽ കടക്കണിയിലായിരിക്കുന്ന ഒരു സവിശേഷതയാണ് ഇപ്പോൾ കാണുന്നത്. ഈ ബജറ്റിൽ പോലും അതിനുള്ള തുക ഉൾക്കൊള്ളിക്കുവാൻ ധനകാര്യ വകുപ്പ് മന്ത്രി തയ്യാറായില്ല എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. കർഷകരോട് ഇത്രയും ശത്രുതാ മനോഭാവം പുലർത്തുന്ന ഒരു ഗവൺമെന്റ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇത് കേരള കോൺഗ്രസ് ഈ സമരം ഏറ്റെടുക്കുകയാണ്. പമ്പിംഗ് സബ്സിഡി മാത്രമല്ല, ഇപ്പോൾ പറയുന്നു ഈ കഴിഞ്ഞ ബജറ്റിലാണെങ്കിലും 2ാം കുട്ടനാട് പാക്കേജിനായിട്ട് വെറും 5 കോടി രൂപയാണ് അനുവദിച്ചത്. അതുമാത്രമല്ല, നമ്മുടെ വർഷങ്ങളായിട്ടുള്ള ആവശ്യമായിരുന്നു ബജറ്റിൽ നെല്ല് സംഭരണത്തിനുള്ള ആ തുക അനുവദിക്കണമെന്ന്. റിവോൾവിംഗ് ഫണ്ട് പോലും ഇതിൽ വെക്കുവാനുള്ള പ്രവണത കാണിച്ചിട്ടില്ല. പ്രതിഷേധ യോഗത്തിൽ കേരള കോൺഗ്രസ് ചമ്പക്കുളം മണ്ഡലം പ്രസിഡന്റ് ജോസഫ് കുഞ്ഞെട്ടിൽ അധ്യക്ഷത വഹിച്ചു. ഉന്നതാധികാര സമിതി അംഗം ജോസ് കോയിപ്പള്ളി, സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസ് കാവനാട്, നിയോജക മണ്ഡലം പ്രസിഡന്റ് സണ്ണി തോമസ് കളത്തിൽ, കർഷക യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് CT തോമസ് കാച്ചാങ്കോടം, കുഞ്ഞുമോൻ വാഴയിൽ, ബാബു അലക്സാണ്ടർ, സോണിച്ചൻ മുടന്നാഞ്ഞിരി തുടങ്ങിയവർ സംസാരിച്ചു. യഥാർത്ഥ ജനമൈത്രിയുടെയും കരുതലിൻ്റെയും പ്രതീകമായി മാറുകയാണ് രാമങ്കരി പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ. ഇവരുടെ സമയോചിതമായ ഇടപെടലിൽ തിരികെ കിട്ടിയത് വിലയേറിയ ഒരു മനുഷ്യജീവനാണ്. പാമ്പുകടിയേറ്റ അവശ നിലയിലായ വെളിയനാട് സ്വദേശി അനിൽകുമാറിനിത് 2ാം ജന്മം. ജനുവരി 10-നാണ് വെളിയനാട് പഞ്ചായത്ത് 2ാം വാർഡ് അനിതാ സദനത്തിൽ അനിൽകുമാറിന് പാമ്പുകടിയേൽക്കുന്നത്. ചെത്തുതൊഴിലാളിയായ അനിൽ വൈകുന്നേരം ജോലിക്കായി പോകുമ്പോൾ മിഖായേൽ പള്ളിക്ക് സമീപം വെച്ച് ഉഗ്രവിഷമുള്ള അണലി കടിക്കുകയായിരുന്നു. തുടർന്ന് ഭാര്യയും അയൽക്കാരും ചേർന്ന് അനിലിനെ മെയിൻ റോഡിലെത്തിച്ചെങ്കിലും വാഹനം കിട്ടിയില്ല. വടക്കൻ വെളിയനാട് ഒരു കേസന്വേഷണവും കഴിഞ്ഞ് മടങ്ങി വരും വഴി ആൾക്കൂട്ടം കണ്ടാണ് പോലീസ് സംഘം വാഹനം നിർത്തിയത്. വെളിയനാട് ഭാഗത്തൊരു കേസുണ്ടായിരുന്നു. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കിയിട്ട് വൈകിട്ട് മടങ്ങി വരുന്ന സമയത്തായിരുന്നു ഇങ്ങനെ വഴി സൈഡിൽ ആൾക്കാരെ കണ്ടത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞങ്ങൾ സ്ലോ ചെയ്തു. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു അണൽ കടിച്ചിരിക്കുന്നതാണെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല. ഈ ASI റിജോ ജോയി ഉണ്ടായിരുന്നു. അപ്പം അദ്ദേഹം പെട്ടെന്ന് തന്നെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് മാറി അദ്ദേഹം ഡ്രൈവ് ചെയ്ത് ഞങ്ങൾ നേരെ ഇദ്ദേഹത്തെ ഭാര്യയും പിന്നെ ഒരു ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അപ്പം തന്നെ കൺട്രോൾ റൂമിൽ വിളിച്ച് വിവരം പറഞ്ഞു. അപ്പോൾ തിരുവല്ല മെഡിക്കൽ മിഷന് വേണ്ട ഏർപ്പാട് ചെയ്തു. അവിടെ വെനവും ഡോക്ടേഴ്സും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. 11 ദിവസമാണ് അനിൽ തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞത്. പാമ്പുകടിയേറ്റ ഭാഗത്ത് ഇപ്പോഴും മുറിവുണങ്ങിയിട്ടില്ല. ഒരു ശസ്ത്രക്രിയ കൂടി വേണ്ടിവരുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഇതുവരെ കാല് നിലത്തു കുത്തരുതെന്ന് പറഞ്ഞിരുന്നു. ഇന്ന് ആശുപത്രിയിലെത്തിയപ്പോൾ അല്പം നടക്കാമെന്ന് ഡോക്ടർ അറിയിച്ചു. അത് കേട്ടപ്പോൾ ജീവൻ തിരിച്ചു നൽകിയ ദൈവദൂതന്മാരെ ആദ്യം കാണണമെന്നും നന്ദി പറയണമെന്നും തോന്നി. അതാണ് രാവിലെ തന്നെ രാമങ്കരി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത്. അവരെ ഇപ്പോൾ എൻ്റെ ദൈവതുല്യമായി കാണുന്നു. എന്നാന്ന് വെച്ചാൽ ഡോക്ടർമാരും പറഞ്ഞത് എത്ര പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ചതിൻ്റെ മെച്ചത്തിലാണ് ഞാൻ രക്ഷപ്പെട്ടതെന്ന് പറഞ്ഞു. അണലി കടിക്കുകയായിരുന്നു. അണലിയെ ഞാൻ കണ്ടു. അവിടുന്ന് ഞാൻ ഇടവഴിയാണ്, അവിടെ ഒരു ഓട്ടോ ഉണ്ടായിരുന്നു. അവിടുന്ന് മെയിൻ റോഡിൽ വന്നു. മെയിൻ റോഡിൽ വന്നു കഴിഞ്ഞപ്പം വേറെ വാഹനമൊന്നും അതുവഴി വന്നുമില്ല. അപ്പോൾ ഞങ്ങൾ വേറൊരു കാറ് വിളിച്ചു. അന്നേരമാണ് ഈ പോലീസ് വണ്ടി അല്ല വന്ന് ഇവരവിടെ സ്ലോ ചെയ്ത് അന്നേരം ഞങ്ങൾ കാര്യം പറഞ്ഞു. നേരത്തെ തന്നെ എല്ലാം വിളിച്ച് പറഞ്ഞിരുന്നു. അവിടെ ഞങ്ങൾ ചെന്നപ്പോൾ എല്ലാം സജ്ജീകരണം ശരിയാക്കി വെച്ചിരിക്കുകയായിരുന്നു. പോലീസ് വാഹനത്തിലായതിനാൽ 20 മിനിറ്റ് കൊണ്ട് ആശുപത്രിയിലെത്തിക്കാനായി. കടിച്ച പാമ്പിനെ തിരിച്ചറിഞ്ഞതും സഹായകമായി. ജീവൻ രക്ഷാ പ്രവർത്തനങ്ങൾ പോലീസ് സേനയ്ക്ക് പുത്തരിയല്ലെങ്കിലും നന്ദി പറയാൻ ഒരാൾ സ്റ്റേഷനിലേക്ക് എത്തുന്നത് അപൂർവമാണെന്നും ഇതിൽ സന്തോഷമുണ്ടെന്നും രാമങ്കരി പോലീസ് ഇൻസ്പെക്ടർ പ്രദീപ് പറയുന്നു. നമുക്ക് എമർജൻസി നമ്പറും മറ്റ് പോലീസ് സ്റ്റേഷനിലെ ലാൻഡ് ലൈൻ നമ്പറും ഒക്കെ നല്ല പ്രചാരണം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആളുകൾ അതിൽ വിളിക്കുമ്പോഴേ നമുക്ക് അത് പ്രോപ്പറായിട്ട് പെട്ടെന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റും. വളരെ സമയബന്ധിതമായിട്ട് മിനിറ്റുകൾക്കുള്ളിൽ അതിൻ്റെ നല്ല കൃത്യമായ ഫോളോ അപ്പ് ഉള്ള ഒരു സംവിധാനമാണ് 112 എന്നുള്ള കൺട്രോൾ റൂമിൻ്റെ നമ്പർ. അപ്പോൾ അതിലൊക്കെ വിളിച്ചാൽ എമർജൻസി ആയിട്ടുള്ള സേവനം പെട്ടെന്ന് കൊടുക്കാൻ സാധിക്കും.
അനിലിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് കണ്ടത് നമ്മൾ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ടെങ്കിലും അനിൽ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയ ഉടനെ നേരെ ഇങ്ങോട്ട് വന്ന് നന്ദി പ്രകാശിപ്പിക്കാൻ ഇവിടെ വന്ന് ഭാര്യയായിട്ട് വന്നെന്നുള്ള ആ ഒരു ഇതാണ് ഏറ്റവും കൂടുതൽ സന്തോഷം. ജനങ്ങളുടെ ജീവന്റെയും സ്വത്തിന്റെയും കാവൽക്കാരെന്നാണ് പോലീസ് സേനയെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അസാധാരണമായ തൊഴിൽ സാഹചര്യങ്ങൾ അവരെ പരുക്കന്മാരാക്കുന്നുണ്ടെങ്കിലും ആവശ്യമെങ്കിൽ തക്ക സമയത്ത് യഥാർത്ഥ ജനമൈത്രിയിലേക്ക് തിരിച്ചെത്താൻ ഞൊടിയിട കൊണ്ട് സാധിക്കുമെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് ഈ ഉദ്യോഗസ്ഥർ. അനിൽകുമാറിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന ASIമാരായ റിജോ, പ്രേംജിത്ത്, ബൈജു, ഹെഡ് കോൺസ്റ്റബിൾ മിനിമോൾ, ഹോംഗാർഡ് ബാബുക്കുട്ടൻ എന്നിവർക്ക് KCV ന്യൂസിന്റെ അഭിനന്ദനങ്ങൾ. കൈനഗിരി ഗ്രാമപഞ്ചായത്തിൽ ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിയുടെ ഭാഗമായി ഡിജി സഭ ചേർന്നു. കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാക്കി മാറ്റുന്നതിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. 9ാം വാർഡിൽ കൂടിയ ഡിജി ഗ്രാമസഭാ യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗം D ലോനപ്പൻ അധ്യക്ഷത വഹിച്ചു. പ്രചാരണത്തിനായി ഈ മാസം 18 വരെ ഡിജി വാരമായി ആഘോഷിക്കുകയും വാർഡുകളിൽ 21-ന് സർവേ ആരംഭിക്കുകയും ചെയ്യും. തുടർന്ന് ഡിജിറ്റൽ സാക്ഷരരല്ലാത്തവരെ കണ്ടെത്തി പരിശീലനം നൽകും. കുടുംബശ്രീയുടെ ബാക്ക് ടു സ്കൂൾ മാതൃകയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹായത്തോടെ സ്കൂളുകൾ, ലൈബ്രറി കൗൺസിലുമായി സഹകരിച്ച് വായനശാലകൾ എന്നിവിടങ്ങളിൽ സായാഹ്ന ക്ലാസുകൾ സംഘടിപ്പിക്കും. DS സെക്രട്ടറി ഗിരിജ കുഞ്ഞുമോൻ, CDS മെമ്പർ സൗമ്യ ജയപാൽ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. തലവടി നിരണം പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന തോട്ടടി പാലം പൊളിച്ച് പുതിയ പാലം പണിയുന്നതിന് 4 കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയതായി അഡ്വക്കേറ്റ് മാത്യു T. തോമസ് MLA അറിയിച്ചു. പാലം അപകടാവസ്ഥയിലായതോടെ പുതിയ പാലത്തിനായി തോട്ടടി പാലം സമ്പാദക സമിതി പലതവണ ഇടപെടൽ നടത്തിയിരുന്നു. ആലപ്പുഴ ജില്ലയിലെ തലവടി പഞ്ചായത്തിനെയും പത്തനംതിട്ട ജില്ലയിലെ നിരണം പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന തോട്ടടിക്കടവിൽ 3 കരയെയും ബന്ധിപ്പിച്ച് കടത്തുവള്ളമുണ്ടായിരുന്നു. നടപ്പാത മാത്രമുണ്ടായിരുന്ന അവസരത്തിൽ 20 വർഷങ്ങൾക്ക് മുമ്പാണ് നിലവിലുള്ള വീതി കുറഞ്ഞ പാലം നിർമ്മിച്ചത്. പ്രധാനമന്ത്രി സഡക് യോജന ഗ്രാമീണ പദ്ധതി പ്രകാരം വീതിയുള്ള റോഡിന്റെ നിർമ്മാണം പൂർത്തിയായിട്ട് വർഷങ്ങൾ കഴിയുന്നു. തോട്ടടിക്കടവിൽ നിലവിലുള്ള വീതി കുറഞ്ഞ പാലത്തിന്റെ തൂണുകൾ ദ്രവിച്ചും അപകടാവസ്ഥയിലുമാണ്. കഴിഞ്ഞ 3 വർഷമായി പാലത്തിന്റെ കൈവരികൾ പൂർണ്ണമായും തകർന്ന നിലയിലായിരുന്നു. നിരണം ഗ്രാമപഞ്ചായത്തിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും മുൻ ഭരണസമിതി അനുവദിച്ച തുക കൊണ്ട് കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് കൈവരികൾ നിർമ്മിച്ചിരുന്നു. തലവടി തെക്കേക്കരയിലുള്ളവർക്ക് തിരുവല്ല, നിരണം, മാവേലിക്കര, ഹരിപ്പാട് എന്നീ ഭാഗങ്ങളിലേക്കും നിരണത്ത് നിന്ന് അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയുമായും ആലപ്പുഴ, എടത്വ എന്നിവിടങ്ങളിലേക്കും ബന്ധപ്പെടുന്നതിന് എളുപ്പമാർഗം കൂടിയാണിത്. പാലത്തിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കുവാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് തോട്ടടി പാലം സമ്പാദക സമിതി ചെയർമാൻ ഡോക്ടർ ജോൺസൺ V. ഇടിക്കുള, പ്രസിഡന്റ് റോബി തോമസ്, ജനറൽ കൺവീനർ അജോയ് K. വർഗീസ് എന്നിവരുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രി, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി, ജനപ്രതിനിധികൾ എന്നിവർക്ക് നിവേദനം നൽകിയിരുന്നു. പുതിയ പാലം വേണമെന്ന ആവശ്യവുമായി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും സമിതി നിവേദനം സമർപ്പിച്ചിരുന്നു. കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാക്കുന്നതിന്റെ ഭാഗമായി മുട്ടാർ ഗ്രാമപഞ്ചായത്തിൽ ഡിജി സഭ സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബോബൻ ജോസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. വീട്ടിൽ പ്രിന്ററുകളുണ്ടെങ്കിൽ ഒരിടത്തും പോകും. ഇപ്പോൾ കക്ഷയെ പോയാലും ഈ പേയ്മെന്റ് വഴി അരിവത്ത് നേടുന്ന യുഗത്തിൽ നമ്മൾ ജീവിക്കുന്നു. നമ്മൾ ആ യുഗത്തിലോട് മാറണം. വീട്ടിലെ പിള്ളേർക്കെല്ലാം അറിയാം. ഈ ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ 2 മിനിറ്റ് കൊണ്ട് കേട്ട് പിള്ളേർ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എത്തിക്കാൻ പറ്റും. നമ്മളതിലൊക്കെ വരുന്നേ ഉള്ളൂ. അതാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. പറഞ്ഞ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ആവശ്യപ്രകാരമാണ് നമ്മൾ ഈ കാലഘട്ടത്തിലേക്ക് പോവുക. നമ്മുടെ കാര്യങ്ങൾ പ്രായമായി നമുക്ക് ഇത് വേണ്ടത്. പുതിയ ഡിജിറ്റൽ സംവിധാനങ്ങളുടെ ഉപയോഗം പരിചയപ്പെടുത്തുന്നതിനും എല്ലാ ജനവിഭാഗങ്ങൾക്കും നൽകി വരുന്ന സേവനങ്ങൾ ആൻഡ്രോയിഡ് ഫോണുകൾ ഉപയോഗിച്ച് യഥാസമയം മനസ്സിലാക്കുന്നതിനും ഉതകുന്ന തരത്തിലുള്ള പരിശീലന സംവിധാനമാണ് ഡിജി കേരള പദ്ധതിയിലൂടെ നടപ്പാക്കുന്നത്. മുട്ടാർ ഗ്രാമപഞ്ചായത്ത് 6ാം വാർഡ് മെമ്പർ ലതീഷ് കുമാർ, പഞ്ചായത്ത് സെക്രട്ടറി ബിനു ഗോപാൽ എന്നിവർ സംസാരിച്ചു. ചങ്ങനാശ്ശേരി കുറുമ്പനാടം സെന്റ് ആന്റണീസ് LP സ്കൂളിലെ കുട്ടികളും അധ്യാപകരും ചേർന്ന് സ്കൂൾ വളപ്പിൽ കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിച്ച കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിളവെടുത്തു. ഈ ഉൽപ്പന്നങ്ങൾ കൊണ്ട് തയ്യാറാക്കിയ ഭക്ഷ്യമേളയും സ്കൂളിൽ സംഘടിപ്പിച്ചു. സ്കൂൾ വളപ്പിലെ അരയേക്കർ സ്ഥലത്ത് വിളഞ്ഞ കപ്പ, കാച്ചിൽ, ചേന, ചേമ്പ് തുടങ്ങിയ വിഭവങ്ങളുടെ വിളവെടുപ്പാണ് നടത്തിയത്.
വിളവെടുത്ത വിഭവങ്ങൾ കൊണ്ട് കപ്പ ബിരിയാണിയും കപ്പയും മീൻകറിയും തയ്യാറാക്കിയപ്പോൾ എല്ലാവർക്കും അത് നിറഞ്ഞ സംതൃപ്തിയായി. കഴിഞ്ഞ 7 വർഷമായി ഹെഡ്മാസ്റ്റർ ബിനു ജോയിയുടെ നേതൃത്വത്തിൽ അധ്യാപകരും കുട്ടികളും ചേർന്ന് പഠനത്തോടൊപ്പം സ്കൂൾ വളപ്പിൽ കാർഷിക വിഭവങ്ങൾ വിളയിക്കുന്നുണ്ട്. ശൈത്യകാല പച്ചക്കറികളും ഇവിടെ സമൃദ്ധമായി വിളയുന്നുണ്ട്. ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജു സുജിത് ഭക്ഷ്യമേള ഉദ്ഘാടനം ചെയ്തു. എപ്പോഴൊക്കെയോ നമ്മുടേതായ തൊഴിലുകളിൽ കിട്ടുന്ന ചീരയാകട്ടെ അല്ലെങ്കിൽ ചുണ്ടാകട്ടെ, ഇതെല്ലാം വാഴച്ചുണ്ടാകട്ടെ, ഇതൊക്കെ നമ്മുടെ തീന്മേശകളിൽ നിന്ന് അന്യം നിന്ന് പോകുന്നതനുസരിച്ച് വിരുദ്ധകരായി എത്തിയത് ഇത്തരത്തിലുള്ള മാരകമായ രോഗങ്ങളാണ് എന്നുകൂടി നാം തിരിച്ചറിയണം. അപ്പോൾ വലിയൊരു നമ്മുടെ ഇവിടെ 350-400 കുട്ടികളുള്ളപ്പോൾ അവരെ നമ്മൾ വലിയൊരു ലെസണാണ്, വലിയൊരു പാഠമാണ് നമ്മളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഉദ്ഘാടന യോഗത്തിൽ സ്കൂൾ മാനേജർ റവറൻഡ് ഡോക്ടർ ചെറിയാൻ കറുകപ്പറമ്പിൽ അധ്യക്ഷനായിരുന്നു. കോട്ടയം ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ സുബിൻ പോൾ മുഖ്യപ്രഭാഷണം നടത്തി. വിളവെടുപ്പിനോടനുബന്ധിച്ച് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ കാർഷികോൽപ്പന്നങ്ങളുടെയും പഴയകാല വീട്ടുപകരണങ്ങളുടെയും പ്രദർശനവും പഠനോത്സവവും സംഘടിപ്പിച്ചിരുന്നു. കുട്ടികളുടെ വീടുകളിൽ നിന്നും ശേഖരിച്ച കാർഷികോപകരണങ്ങളും വീട്ടുപകരണങ്ങളും പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമാക്കുന്ന വിവിധ പഠനോപകരണങ്ങളുമാണ് പ്രദർശനത്തിൽ അണിനിരത്തിയത്. SNDP യോഗം ശാഖാ നമ്പർ 1A ചങ്ങനാശ്ശേരി ആനന്ദാശ്രമത്തിൽ ആഘോഷിച്ചു വന്ന മകരച്ചതയ മഹോത്സവത്തിന് കൊടിയിറങ്ങി. ഞായറാഴ്ച നടത്തിയ താലപ്പൊലി ഘോഷയാത്രയിലും വിശേഷാൽ കർമ്മങ്ങളിലും നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ആനന്ദാശ്രമം യൂത്ത് മൂവ്മെന്റിന്റെ വമ്പിച്ച സ്വീകരണമാണ് അടുത്തത്. ഞായറാഴ്ച രാവിലെ 5-ന് പള്ളി ഉണർത്തലോടെയാണ് ക്ഷേത്രത്തിൽ കർമ്മങ്ങൾ ആരംഭിച്ചത്. തുടർന്ന് നിർമ്മാല്യ ദർശനം, ഉഷപൂജ, ഗണപതി ഹോമം, ഗുരുദേവ കൃതികളുടെ പാരായണം, ശതകലശ പൂജ എന്നിവ നടത്തി. വൈകുന്നേരം 5:30-ന് വാഴപ്പള്ളി മതുമൂല കൊച്ചുകൊടുങ്ങല്ലൂർ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ഭദ്രദീപം തെളിയിച്ച താലപ്പൊലി ഘോഷയാത്ര പുറപ്പെട്ടു. ഇതേസമയം വേഴക്കാട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ദേവവേഷങ്ങൾ, മയൂര നൃത്തം തുടങ്ങിയവയോടെയും ഘോഷയാത്ര പുറപ്പെട്ടു. ഇരു ഘോഷയാത്രകളും മതുമൂല ജംഗ്ഷനിൽ സംഗമിച്ച് ആനന്ദാശ്രമത്തിൽ എത്തിച്ചേർന്നു. തുടർന്ന് വിശേഷാൽ ദീപാരാധന, ദീപക്കാഴ്ച, വിശേഷാൽ പൂജകൾ എന്നിവ നടത്തി. 7:30-ന് അത്താഴപൂജയ്ക്ക് ശേഷം കൊടിമര ചുവട്ടിൽ നിറപറ സമർപ്പണം, വലിയ കാണിക്ക സമർപ്പണം എന്നിവ കഴിഞ്ഞ് ഈ വർഷത്തെ മകരച്ചതയ മഹോത്സവത്തിന് കൊടിയിറങ്ങി. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 5745 രൂപ, പവന് 45,960 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.